എൻ്റെ പേര് സഹദ് കള്ളമംഗലം. മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിലെ കള്ളമംഗലത്താണ് എൻ്റെ നാട്. അടുത്ത് തന്നെയാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 4 വർഷത്തിലധികമായി ഞാൻ ടിയോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ആദ്യം ടിയോ ഫസ്റ്റിൽ ഇറങ്ങിയ വണ്ടിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ട്രിയോ പ്ലസ് ആണ്. ഈ ട്രിയോ പ്ലസ് എടുത്തതിന് ശേഷം 150 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് എങ്കിലും ലോങ് യാത്രയിൽ എനിക്ക് 165 കിലോമീറ്റർ അധികം കിട്ടിയിട്ടുണ്ട്. ഇന്നേ വരെ 150 നമ്മുടെ പ്രദേശമായ കള്ളമംഗലത്ത് കയറ്റം ഇറക്കമുള്ള സ്ഥലമായിട്ട് പോലും 150 കുറയാതെ കിലോമീറ്റർ ഓടാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. വിശാലമായ സൗകര്യം മറ്റുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർ ഇതിൽ കയറിയ ആളുകൾ എപ്പോഴും നമ്മൾ വിളിക്കുകയും നമ്മൾ ഒഴിവനുസരിച്ച് അവരുടെ യാത്രകളെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇനിയും അങ്ങനെ ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വണ്ടിയുടെ സർവീസ് എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് പ്രീമിയർ മറ്റുള്ള ലീഡർമാരെ അപേക്ഷിച്ച് ഒന്നുകൂടി ഫാസ്റ്റാണ്. കാരണം ഞാൻ ടിയോ 1.8 എടുത്ത് 4 മാസങ്ങൾക്കകം എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പോലും, അന്ന് കൊറോണ സമയത്തായിട്ട് പോലും, അത് മഹീന്ദ്ര കമ്പനിയുടെ ഇൻഷുർ തന്നെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റാക്കാനും എൻ്റെ വണ്ടി ഫിക്സ് കിട്ടാൻ സാധിക്കും. ടിയോ പ്ലസ് എടുത്തതിന് ശേഷം ഇന്നേ വരെ എനിക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടുള്ളവർ ആവശ്യം വന്നിട്ടില്ല. കാരണം കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. ഡീസൽ വണ്ടിയും ഇലക്ട്രിക് വണ്ടിയും തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ വണ്ടിക്ക് ഒരു ദിവസം 300 രൂപയ്ക്ക് ഡീസൽ അടിക്കുകയാണെങ്കിൽ 2 മാസത്തിന് 24,000 രൂപ നമുക്ക് എക്സ്പെൻസ് വരും. ആ കാര്യത്തിന് മാത്രം. നേരെ മറിച്ച് ഇലക്ട്രിക് വാഹനമാകുമ്പോൾ 2 മാസത്തിലാണ് നമ്മൾ വീടുകൾ കറണ്ട് ബില്ല് വരാറുള്ളത്. ഒരു മാക്സിമം പോയാൽ ഒരു 6,000 രൂപ നല്ല ഓടുന്ന വാഹനങ്ങൾക്ക് 6,000 രൂപേൻ്റെ കറണ്ട് ബില്ല് വരികയും ഒരു ദിവസം 1,500 രൂപക്ക് ഓടിയാൽ തന്നെ മാസം 45,000 രൂപ നമുക്ക് വരുമാനമുണ്ടാകും. അതിനപ്പുറം 2 മാസത്തിനാണ് നമ്മൾ ഇലക്ട്രിക് ബില്ല് വരുന്നത്. അതുകൊണ്ട് തന്നെ 90,000 രൂപ 2 മാസം കൊണ്ട് നമുക്ക് വരുമാനമുണ്ടായാൽ അതിൽ നിന്നും മാക്സിമം 12,000 രൂപ കറണ്ടിലേക്കുള്ള ചിലവും 2 മാസത്തിൽ ബാക്കിയുള്ള നമ്മുടെ ടയറുകളോ മറ്റോ മെയിൻ്റനൻസോ അടക്കം ഒരു 1,000 രൂപ കൂടി മാറ്റി വെച്ചാൽ തന്നെ ബാക്കി 85,000-ഓളം 84,000 രൂപ നമുക്ക് ബെനിഫിറ്റായി കിട്ടുന്നതിലുണ്ട്. മറ്റുള്ള കമ്പനികളിൽ വിഭിന്നമായി മഹീന്ദ്രയിലുള്ള സൗകര്യങ്ങളും ടിയോ കൊണ്ടുള്ള ഗുണങ്ങളും ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ടിയോ പ്ലസ് ഞാൻ എൻ്റെ മകൻ്റെ പേരിൽ ബുക്ക് ചെയ്തുകൊണ്ട് വണ്ടി മലപ്പുറത്ത് ലോഞ്ചിങ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വണ്ടി കരസ്ഥമാക്കി. പഴയ വണ്ടി ഞാൻ 1,00,000 പരം കിലോമീറ്റർ ഓടുകയും ഈ പുതിയ ടിയോ പ്ലസ് 31,000 പരം കിലോമീറ്റർ ഓടി. ഈ അടുത്ത മാസത്തേക്ക് 1 വർഷമാകുമ്പോൾ എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും കൂടാതെ എൻ്റെ വരുമാനം സുലഭിക്കുവാനും എൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇനിയും മഹീന്ദ്ര ഏതെങ്കിലും വണ്ടി ഇറക്കുകയാണെങ്കിൽ ഒരു കമ്പനി എന്നുള്ള നിലക്കും ജനങ്ങളോടും തൊഴിലാളികളോടും ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്വം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും മഹീന്ദ്ര തന്നെ ഞാൻ എടുക്കുകയുള്ളൂ. ജനങ്ങളുമായി സംബന്ധിക്കുമ്പോഴും വിവിധ തൊഴിലാളികളുമായി ഇലക്ട്രിക് വണ്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ മഹീന്ദ്രയെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എൻ്റെ 4 വർഷത്തെ എൻ്റെ അനുഭവമാണ്.